ഫ്രാൻസിസ് ആരെ സേവിക്കുന്നതാണ് ഉത്തമം, യജമാനനെയോ ഭൃത്യനെയോ? അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കാതുകളിൽ മുഴങ്ങിയ ദൈവിക സ്വരമായിരുന്നു ഇത്. ഈ സ്വരം കേട്ടതിന് പിന്നാലെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, സ്നേഹഗായകൻ എന്ന് വിളിക്കപ്പെടുന്ന അസീസിയിലെ ഫ്രാൻസിസ്, രൂപാന്തരീകരണത്തിൻ്റെ വഴിത്താരയിലൂടെ നടന്നു നീങ്ങാനായിട്ട് തുടങ്ങി. ഒരു നല്ല മനുഷ്യനാകുവാനായിട്ട്, ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് ആ മനുഷ്യൻ അസീസിയുടെ തെരുവുകളിലൂടെ നടന്നു നീങ്ങി. ആവശ്യമുള്ളപ്പോൾ മാത്രം വാക്കുകൾ ഉപയോഗിച്ച് സ്വന്തം ജീവിതം കൊണ്ട് സുവിശേഷം മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ചു കൊടുത്ത ഒരു പുണ്യാത്മാവ്. ജിതു കൃഷ്ണമൂർത്തിയുടെ ഒരു പുസ്തകത്തിൻ്റെ ശീർഷകം എങ്ങനെയാണ്? വാട്ട് ആർ യു ഡൂയിങ് വിത്ത് യുവർ ലൈഫ്? ക്രിസ്തു നമ്മോട് ചോദിക്കുന്നത് ഈ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. നീ നിൻ്റെ ജീവിതം കൊണ്ട് എന്താണ് ചെയ്യുക? നീ എന്നെ പ്രഘോഷിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതം നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നുണ്ടോ? നിൻ്റെ ജീവിതത്തിൽ ദൈവമായ ഞാൻ ധനമായി, സ്നേഹമായി, ആത്മാവായി നിൻ്റെ ഉള്ളിലുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഹഗഗായിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ദേവാലയ പുനരുദ്ധരീകരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, നമ്മളാകുന്ന, നമ്മുടെ ശരീരമാകുന്ന ദേവാലയം പുതുക്കി പണിതുകൊണ്ട്, പുതിയൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെട്ടുകൊണ്ട്, സ്വന്തം ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം.